മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയുടെ അച്ഛനെ കൊന്നത് പ്രതാപനാന്നുള്ള സത്യം പ്രതാപൻ്റെ വായിൽ നിന്നും കേട്ടതോടുകൂടി കരുണയുടെ അഹങ്കാരത്തിനൊക്കെ കുറച്ച് കുറവ് കിട്ടുന്നുണ്ട്. അതോടുകൂടി കരുണയാണെങ്കിൽ ഉണ്ണിയുടെ വീട്ടിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഉണ്ണിയുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കരുണയോടാണെങ്കിൽ നമ്മളുടെ ദുർഗ ആവശ്യപ്പെടുന്നത് കരുണയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലുള്ള സ്വത്ത് എത്രയും പെട്ടെന്ന് കരുണയുടെ പേരിലേക്ക് മാറ്റണം എന്ന് തന്നെയാണ്. ആ സ്വത്ത് ഇപ്പോൾ മാറ്റിയില്ലെങ്കിൽ അതിൽ നിന്ന് സ്വത്തുക്കൾ മഹാലക്ഷ്മിക്കും കൂടി പോകും. അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യണമെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് അത് ഇപ്പോഴാണെങ്കിലും അമ്മ സമ്മതിക്കുമെന്ന് തോന്നണില്ല. എന്തായാലും ലക്ഷ്മിക്ക് കൊടുക്കാതെ എനിക്ക് മാത്രമായിട്ട് അമ്മ ആ സ്വത്തൊന്നും തരില്ല, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമേ. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് മോള് ശ്രമിച്ചാൽ പോരാ, ഉറപ്പായിട്ടും അത് നടത്തിയെടുക്കണം, അതും എത്രയും പെട്ടെന്ന്, ഇല്ലെങ്കിൽ അത് മോൾക്ക് ദോഷം ചെയ്യും. ഇപ്പോൾ കണ്ണൻ്റെ സ്വത്തുക്കളൊന്നും മോൾക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കാറായിട്ടില്ല. എന്തായാലും ഉണ്ണിയുടെ അച്ഛൻ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ആ സ്വത്തുക്കളൊക്കെ കിട്ടിയേനെ. ആ സമയത്ത് കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ കാരണമാണല്ലോ ഇപ്പോൾ ഇവർക്ക് ഈ ഗതി വന്നത്, ഇല്ലെങ്കിൽ ആ സ്വത്തുക്കളെല്ലാം ഉണ്ണിയേട്ടനും അമ്മയ്ക്കൊക്കെ അനുഭവിക്കാൻ പറ്റിയേനെ. ഇതിപ്പോൾ അച്ഛൻ ഇങ്ങനൊരു കുറച്ചത് ചെയ്ത സ്ഥിതിക്ക് എന്തായാലും ആ കണ്ണേട്ടനെ കൊന്നിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ മരിക്കേണ്ട ആൾ മരിച്ചുമില്ല, അച്ഛനാണെങ്കിൽ മരിക്കുകയും ചെയ്തു. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട് അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ സ്വത്തെല്ലാം ഉണ്ണിയേട്ടന് കിട്ടുമായിരുന്നു അമ്മയെന്ന് ചോദിക്കുമ്പം പിന്നില്ലാതെ അതിൽ മോൾക്കൊരു സംശയം വേണ്ട, വിശ്വേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ കണ്ണന് വിശ്വേട്ടൻ ഈ ചുമതലകളൊന്നും ഏൽപ്പിക്കില്ലായിരുന്നു, വിശ്വേട്ടൻ തന്നെ കമ്പനി നോക്കി നടത്തിയേനെ. അങ്ങനെ ആകുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് വിശ്വേട്ടൻ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നേനെ. ഇതിപ്പോൾ വിശ്വേട്ടൻ മരിച്ചതുകൊണ്ടല്ലേ കണ്ണൻ അതിൻ്റെ മേൽനോട്ടം ഏറ്റെടുത്തത്, അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കണം. എന്തായാലും വിശ്വേട്ടനെ കൊന്ന അയാളെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഞാൻ അയാളെ ജീവനോടെ വച്ചേക്കില്ല. അയാൾ എന്തായാലും മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എവിടെയെങ്കിലും ജീവിച്ചിരിക്കണ്ടെങ്കിൽ തന്നെ അവൻ പുഴുത്തേ ചാവുള്ളൂ, അവൻ ശരിക്കും അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ദുർഗ പ്രാകണ സമയത്ത് കരുണ വിചാരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഉണ്ണിയേട്ടനും അമ്മ എല്ലാവരും എൻ്റെ അച്ഛനെ തന്നെയാണല്ലോ പ്രാകണത്, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ. എന്തായാലും ഇവരോടൊക്കെ തഞ്ചത്തിൽ തന്നെ നിൽക്കണേ നല്ലത്. ഇനിയിപ്പോൾ ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയേട്ടൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കും, ചിലപ്പോൾ എൻ്റെ അച്ഛനും ഉണ്ണിയേട്ടൻ തന്നെ കൊന്നു കളയും. അത് മാത്രമല്ല എന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിടുകയും ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെ ലേഖനെയാണ്. ലേഖയാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് എന്തായാലും മഹിയുടെ രണ്ടാനച്ഛനും മുത്തശ്ശി ഇവിടെ വന്ന് കിടക്കുന്നുണ്ടല്ലോ, നമുക്ക് അവരെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കുമ്പോൾ മഹി ചോദിക്കുന്നുണ്ട് അത് വേണോ ലേഖ. എന്തായാലും അവരെൻ്റെ കുഞ്ഞ് പോയി എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവരെ കാണാനായിട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം ലേഖ പറയുന്നുണ്ട് അവർ ഇന്നലെ തൊട്ട് ഇന്ന് വരെയും മഹിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു, ഇനി മഹിക്കൊരു അമ്മയാവാൻ പറ്റില്ല എന്നുള്ള സന്തോഷത്തിലല്ലായിരുന്നോ, അപ്പോൾ ഇന്നത്തോടുകൂടി അവരുടെ ആ സന്തോഷം നമുക്ക് ഇല്ലാണ്ടാക്കി കൊടുക്കണം. ആ സമയത്ത് തോമസ് ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. ഡോക്ടർ വന്നതും എന്താ മക്കളെ എന്ന് ചോദിക്കുമ്പം മഹി പറയുന്നുണ്ട് ലേഖ പറയുമായിരുന്നു ആ പ്രതാപൻ്റെ അമ്മേനെയും പോയി കാണണമെന്ന്. ആ സമയം തോമസ് ഡോക്ടർ പറയുന്നുണ്ട് അത് നേരാ മോളെ, ഇന്നലെ മുതൽ അവർ ഭയങ്കര സന്തോഷത്തിലല്ലേ മോളുടെ കുഞ്ഞ് പോയി എന്നും പറഞ്ഞ്, ആ സന്തോഷം ഇനി അവർക്കത് സങ്കടമായി തീരട്ടെ, മോള് അവരെ പോയി കാണുകയും ചെയ്യണം, ഉള്ള സത്യം മോൾ അവരോട് തുറന്ന് പറയുകയും ചെയ്യണം. ആ സമയത്ത് മഹി പറയുന്നുണ്ട് സത്യം അറിഞ്ഞാൽ അവരടങ്ങിയിരിക്കില്ലല്ലോ സാറേ എന്ന് പറയുമ്പം അവരെന്താ ചെയ്യാൻ പറ്റണേന്ന് വെച്ചാൽ ചെയ്യട്ടെ, എന്തായാലും ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടല്ലോ, ഇനിയും അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും നമ്മളെ ഭഗവാൻ കാത്തുകൊള്ളുന്നു. അങ്ങനെ മഹാലക്ഷ്മി ലേഖയോടെ കൂടി ഈ പ്രതാപനെ കാണാൻ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതേസമയം കമലേശ്വരത്ത് കണ്ണനാണെങ്കിൽ രാവിലെ താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ദുർഗ വന്നിട്ട് പറയുന്നുണ്ട് മോനെ കരുണമോളുടെ അച്ഛനെയും മുത്തശ്ശിയും ആസ്പത്രിയിൽ കിടക്കുന്നത് കാണാനൊന്നും പോയില്ലല്ലോ, ഒന്ന് പോയി അവരുടെ വിശേഷമൊക്കെ ഒന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കണ്ണനൊന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ട് അതിന് കരുണയുടെ അച്ഛനക്ക് എന്ത് സംഭവിച്ചതാ, എന്തെങ്കിലും അസുഖമാണോ എന്ന് ചോദിക്കുമ്പം അത് നീ അറിഞ്ഞില്ലടാ, ആ മാർക്കോ ഇല്ലേ അവൻ കരുണയുടെ അച്ഛനെ തല്ലിച്ചതച്ച് ഒരു പരുവാക്കിയിട്ടുണ്ട്, അതെന്തിനാ മാർക്കോ കരുണയുടെ അച്ഛനെ തല്ലിയെന്ന് ചോദിക്കുമ്പം അതാ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പോയില്ലേ അതിൻ്റെ പേരിലാണ് മാർക്കോ ഈ കരുണയുടെ അച്ഛനെ തല്ലിച്ചതച്ചതെന്ന്. ആ സമയം കണ്ണനൊന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ട് ആരാ പറഞ്ഞേ മഹാലക്ഷ്മിയുടെ കുഞ്ഞ് പോയിന്ന് ചോദിക്കുമ്പോൾ കരുണമോളെ പറഞ്ഞ് ഇപ്പോൾ മഹാലക്ഷ്മി തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ ചികിത്സയിലുണ്ടല്ലോ, അവിടെ വെച്ച് കരുണമോളുടെ അച്ഛനും മുത്തശ്ശിയും ഈ മഹാലക്ഷ്മിയെ കണ്ടിരുന്നു, അപ്പം ലേഖ പറഞ്ഞെന്നാ പറഞ്ഞ് മഹാലക്ഷ്മിയുടെ കുഞ്ഞ് പോയി, ഇനി അവൾക്ക് ഒരിക്കലും
ഒരമ്മയാവാൻ പറ്റില്ല എന്ന്. അത് കേട്ടതും കണ്ണൻ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. നിങ്ങളതും പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുക. 1-2 ദിവസം കൂടി നിങ്ങളുടെ സന്തോഷം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് സങ്കടം തന്നെയായിരിക്കും. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താടാ മോനെ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? ഇത് കേട്ടിട്ട് നിനക്ക് സന്തോഷമില്ലേ എന്ന് ചോദിക്കുമ്പോൾ കാര്യം സന്തോഷം തന്നെയാണ്, പക്ഷേ ഭൂമിയിലേക്ക് ജനിച്ചു വീഴാത്ത ഒരു കുഞ്ഞിനെ കൊല്ലുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതെന്താടാ നീ അങ്ങനെ ചിന്തിക്കണേ? നിന്നോട് അവൾ അത്ര വലിയ ചതിയല്ലേ ചെയ്ത്? ഇത്രയും വലിയ ചതി ചെയ്താൽ അവളെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവൂടെ മോനെ എന്ന്. ആ സമയത്ത് കണ്ണൻ, എന്തായാലും നമുക്കിനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട, ഞാനൊന്ന് പോയി കർണയുടെ അച്ഛനെയും മുത്തശ്ശിയും കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ പോകുന്നുണ്ട്. ആ സമയത്ത് കർണ ദുർഗയോട് പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടന് ഇപ്പോൾ സന്തോഷമായി കാണും, മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നശിച്ചെന്ന് കേട്ടപ്പം. ആ സമയം ദുർഗ പറയുന്നുണ്ട്, അവൻ അങ്ങനെ സന്തോഷിക്കുന്നവനൊന്നും അല്ല മോളെ. എന്തായാലും ഭൂമി കാണാത്തൊരു കുഞ്ഞിനെ നശിപ്പിച്ചതിനോട് അവനക്ക് യോജിപ്പ് കുറവുണ്ട്. ഇനി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കണതാണ് നല്ലതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയും ലേഖയും കൂടി ഈ പ്രതാപൻ്റെ റൂമിലോട്ട് ചെല്ലാണ്. അങ്ങനെ റൂമിൻ്റെ ഡോറിൽ കൊട്ടിയതും പ്രതാപൻ്റെ അമ്മ വന്ന് വാതിൽ തുറന്നതും മഹാലക്ഷ്മിയെ ലേഹയും കണ്ടിട്ട് ഇവളിപ്പോൾ എന്തിനായിരിക്കുമോ ഇങ്ങോട്ട് വന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, എന്താടി നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ കാണാനാണോ? നീ പറഞ്ഞു വിട്ടിട്ടല്ലേ ആ മാർക്കോ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ തല്ലി ചതച്ച് ഈ ഒരു അവസ്ഥയിലാക്കിയെന്ന്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, അത് ആരും പറഞ്ഞു വിട്ടിട്ടൊന്നുമല്ല, എന്തായാലും നിങ്ങളുടെ മകൻ്റെ കയ്യിലിരിപ്പിൻ്റെ നിങ്ങളുടെ മകന് കിട്ടിയത്. ഇനിയും നിങ്ങളുടെ മകൻ നന്നായില്ലെങ്കിൽ ഇനിയും കിട്ടുമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അതിന് പ്രതാപൻ എന്ത് ചെയ്തിട്ടാ ആ മാർക്കോ പ്രതാപനെ ഉപദ്രവിക്കണേന്ന് ചോദിക്കുമ്പം, അത് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് പലഹാരത്തിൽ വിഷം ചേർത്തത് നിങ്ങളുടെ മകൻ പറഞ്ഞു വിട്ട ആളാ. അത് മനസ്സിലാക്കിയിട്ടാണ് മാർക്കോ ഉപദ്രവിച്ചത്. ഇനിയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ ഇനിയും മാർക്കോയുടെ കയ്യിൽ നിന്ന് നല്ലവണ്ണം കിട്ടുമെന്ന്. പിന്നീട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളിപ്പോൾ വന്നത് നിങ്ങളുടെ മോനെ കാണാനാണ്, ഞങ്ങളൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് റൂമിലോട്ട് കയറുന്നുണ്ട്. ആ സമയത്ത് പ്രതാപനാണെങ്കിൽ ഈ മഹാലക്ഷ്മിയെ കണ്ടിട്ട് ഇവളിപ്പോൾ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത്? ഇവളുടെ വിഷമമൊക്കെ മാറിയോ, അല്ലെങ്കിൽ ഇവൾ കരഞ്ഞുകൊണ്ടിരിക്കുമെന്നാലോ ഞാൻ വിചാരിച്ചതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി വന്നതും, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? നിനക്ക് സുഖമില്ലാത്തതല്ലേ, നിനക്ക് അവിടെ എങ്ങാനും ഇരുന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അസുഖമൊക്കെ അവിടെ നിൽക്കട്ടെ, എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ആ മാർക്കോയെയും കൊണ്ട് തല്ലി ചതച്ചിട്ട് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണാനല്ലേടി നീ വന്നേന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആരാ പറഞ്ഞത്? നിങ്ങളല്ലേ എൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന പലഹാരത്തിൽ വിഷം ചേർക്കാൻ ആളെ വിട്ടേന്ന്. ഈ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെ അടി പറയണേ? ഞാൻ മനസ്സിൽ പോലും ഓർക്കാത്ത കാര്യങ്ങളാണ് പറയണേന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും എൻ്റെ കുഞ്ഞ് പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഇരിക്കുകയല്ലായിരുന്നോ? ഇനിയിപ്പോൾ ആ സന്തോഷം അധിക ദിവസമൊന്നും വേണ്ട. എൻ്റെ കുഞ്ഞിനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അനന്തോട്ടനും ലേഹയും പെട്ടെന്ന് തന്നെ എന്നെ ഇവിടെ തോമസ് ഡോക്ടറുടെ അടുത്ത് എത്തിച്ചതുകൊണ്ട് എനിക്ക് ഡോക്ടർ മരുന്ന് തന്നു. അതോടുകൂടി എൻ്റെ ശരീരത്തിലേറ്റ വിഷത്തിൻ്റെ അംശമൊക്കെ പോയി. എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. ഞാൻ 9 മാസം തികഞ്ഞ് എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നു. അത് കേട്ടതും പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഷോക്കായി പോകുന്നുണ്ട്. ആ സമയം ലേഖ ചോദിക്കുന്നുണ്ട്, നേരത്തെ മഹാലക്ഷ്മിയുടെ കുഞ്ഞ് പോയി എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള സന്തോഷം ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഇപ്പം നിങ്ങൾ എന്തോ കേട്ട് പേടിച്ചതുപോലെയാണല്ലോ രണ്ടുപേരുടെയും മുഖം ഇരിക്കണേ. ഇനിയിപ്പോൾ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കളയാനുള്ള അടുത്ത മാർഗം നോക്കാമല്ലോ എന്നും പറഞ്ഞ് മഹാലക്ഷ്മിയും ലേഖയും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം അവർ പോയി കഴിഞ്ഞതും ഈ പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, എന്തായാലും മഹാലക്ഷ്മി ഇതുവരെ ഉണ്ണിയുടെയും കണ്ണൻ്റെയും അച്ഛനെ കൊന്നത് നീയാന്നുള്ള വിവരം ആരോടും പറഞ്ഞിട്ടില്ല. ഇനി നമ്മളുടെ കാരണമോള് ഉണ്ണിയുടെ അടുത്ത് മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഉണ്ണി എന്തായാലും ഈ വിവരം അറിഞ്ഞാൽ അവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, ഇനി ആ മഹാലക്ഷ്മി എങ്ങാനും അത് കണ്ണനോട് പറയുമോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, ഇതുവരെ അവൾ പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും അവൾക്ക് കർണയോടൊരു അനുകമ്പയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവളിത് ആരോടും പറയാതിരിക്കണേ. ഇനി അവളെങ്ങാനും അത് കണ്ണനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ അവർ തീർത്ത് കളയൂടാന്ന്. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും അന്ന് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അന്ന് ആ വിശ്വനാഥനെ കൊന്നതിൻ്റെ ഒപ്പം കണ്ണനെയും തീർത്താൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ണിക്കുട്ടനും കർണമോൾക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയായിരുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് ഉണ്ണി എപ്പോഴും പറയാറുണ്ടല്ലോ, അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് ആർക്കും ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നെന്ന്. എന്തായാലും പറ്റിയത് പറ്റി, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന്. ഇതേ സമയം നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോടും ലേഖയോടും ഞാൻ ആ പ്രതാപൻ്റെ അമ്മയും ഒന്ന് കണ്ടിട്ട് വരാം. വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ അമ്മയുടെ രണ്ടാമത്തെ മരുമകളും എന്നോട് പറഞ്ഞായിരുന്നു പ്രതാപൻ്റെ അമ്മേനെയും തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ ചെന്ന് കാണണം
വരണമെന്ന്. എന്തായാലും ഞാൻ അവരെ ഒന്ന് കണ്ട് അവരുടെ ക്ഷേമമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന്. ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ ചെല്ല്, അവരിപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഷോക്കായിട്ട് ഇരിക്കുകയായിരിക്കും, എന്തായാലും അവരെ പോയി സമാധാനിപ്പിച്ചിട്ട് വന്ന്. അങ്ങനെ നമ്മളുടെ കണ്ണനാണെങ്കിൽ റൂമിലോട്ട് കയറി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കണ്ണനെ കണ്ടിട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ്റെ അമ്മ വലിയ സ്നേഹമൊക്കെ അഭിനയിച്ചുകൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ആ കണ്ണനായിരുന്നോ, എന്താ കണ്ണാ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ, നീ ഈ വീൽ ചെയർ വിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം, അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി, എന്തായാലും അച്ഛനിവിടെ കിടക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നില്ലെങ്കിൽ അത് മോശമല്ലേ, അച്ഛനിക്ക് ഇത് എന്ത് സംഭവിച്ചതാന്ന് ചോദിക്കുമ്പം, അതൊന്നും പറയണ്ടടാ, ആ മാർക്കോ ഇല്ലേ അവൻ എന്നെ തല്ലി ചതിച്ചതാണ്. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, മാർക്കോ എന്തിനാ വെറുതെ അച്ഛനെ തല്ലി ചതിച്ചതെന്ന് ചോദിക്കുമ്പം, അതാ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കണ കുഞ്ഞിനെ കളയാൻ നോക്കിയത് ഞാനാന്നും പറഞ്ഞാന്ന് പറയുന്നു. ആ സമയം കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതിലെന്തെങ്കിലും സത്യമുണ്ടോ, നിങ്ങൾ തന്നെയാണോ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പം, അതിൽ സത്യമൊക്കെ ഉണ്ട്, ഞാൻ തന്നെ ആ ഗുണ്ടയെ വിട്ട് ആ പലഹാരത്തിൽ ആ വിഷം തേപ്പിച്ചത്, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലല്ലോടാ, അവളുടെ കുഞ്ഞിപ്പോഴും അവളുടെ വയറ്റിൽ തന്നെയുണ്ട്, കുഞ്ഞ് പോയി എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുമായിരുന്നു, അതെങ്ങനെയാ ആ ലേഹ ഞങ്ങളെ കളിപ്പിച്ചില്ലേ, മഹാലക്ഷ്മിയുടെ കുഞ്ഞ് പോയി എന്നും പറഞ്ഞ്. അത് കേട്ടതും ഞങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചായിരുന്നു. അപ്പോൾ അടി കൊണ്ടതിൻ്റെ വേദനയൊക്കെ മറന്നുപോയതാ. ഇപ്പം അവൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു അവളുടെ കുഞ്ഞിനൊരു കുഴപ്പമില്ലാന്ന്. അത് കേട്ടതോടുകൂടി ഞങ്ങളുടെ സന്തോഷമെല്ലാം പോയി കണ്ണന്മാനേന്ന്. അത് കേട്ടതും കണ്ണനാണെങ്കിൽ ഇവരെങ്ങനെ തുറിച്ച് നോക്കിയിരിക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും മുമ്പ്.